നിങ്ങൾക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് എന്താണെന്നറിയോ? അതായത് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവും, വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള അടിയാണ് മെയിൻ പരിപാടി ഇപ്പോൾ. അതായത് ഒരാൾ പറയും ഇവൻ ശരിയല്ല, ഇവൻ പറയും ഇവനാണ് ശരിയല്ലാത്തത്. ഇങ്ങനെ ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞ് കണ്ടന്റുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല ഇപ്പോൾ ഇവർക്കാർക്കും. അൻവിനും ഡ്രേക്കും തമ്മിലുള്ള പ്രശ്നമാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദേ അടുത്തത്, അതായത് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഈ ചേച്ചിയുടെ, അല്ലേ? കണ്ടിട്ടില്ലേ? പുള്ളിക്കാരി നല്ലൊരു അഭിനേത്രിയാണ്, അല്ലെങ്കിൽ നല്ല നല്ല കുടുംബ വീഡിയോസ്, കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ പേര് അഖിലിനും ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയും ഇവരുടെ കൂടെ പല പല വീഡിയോസിൽ വരാറുണ്ട്. അങ്ങനെ പുള്ളിയും അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ പുള്ളി ഒരു ഇൻഫ്ലുവൻസർ ആയല്ലോ. പുള്ളി ഇങ്ങനെ ഷട്ടിൽ ഇങ്ങനെ കളിക്കാൻ പോയപ്പോൾ പുള്ളിക്ക് കൈക്ക് പ്രശ്നമൊക്കെ ആയി. അതിന് മുമ്പ് എന്തോ ആം റെസ്ലിംഗ് നടത്തിയപ്പോൾ കൈക്ക് പ്രശ്നമായി. അങ്ങനെ പുള്ളി ഒരു സ്ഥലത്ത് ട്രീറ്റ്മെന്റ് എടുത്തു. സ്വാഭാവികമായിട്ടും ഒരു ഇൻഫ്ലുവൻസർ പോയി കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ അതിനൊരു പരസ്യം ചോദിക്കും, പരസ്യം ചെയ്യും, അല്ലെങ്കിൽ അത് സ്വാഭാവികം. അത് ട്രീറ്റ്മെന്റ് എന്നല്ല, ഒരു കാർ കഴുകാൻ പോയി കഴിഞ്ഞാൽ ആ കാർ സ്പായിനെ പറ്റി പറയുന്നത് ഇന്നത്തെ ട്രെൻഡാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് പലരും പലതും അറിയുന്നത്. ഒരു പരിപ്പുവട കഴിച്ചു കഴിഞ്ഞാൽ പറയുന്നത് നല്ല സൂപ്പർ പരിപ്പുവട, നാളെ മുതൽ എല്ലാവരും ഇവിടുന്ന് പരിപ്പുവട കഴിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ എന്താണ്, ആ പരിപ്പുവട ഒന്നിനും കൊള്ളാത്തൊരു പരിപ്പുവടയായിരിക്കാം. പക്ഷേ അതാണ് അവരുടെ വരുമാന മാർഗം, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് മറ്റൊരു പുള്ളി ഖൈസ് എന്ന് പറഞ്ഞ പുള്ളി എടുത്ത് അലക്കി. ഈ ഗ്രീഷ്മയും അഖിലും കൂടെ ഒരു അക്യൂപങ്ക്ചർ ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ഡോക്ടർ എന്നെ വിളിക്കുന്നത്. കേവലം അതായത് പുള്ളി പറഞ്ഞു ഇവൻ പറ്റിക്കലാണ്, ഇവൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ പുള്ളി പറയുന്ന രീതി വെച്ചിട്ട് അക്യുപഞ്ചർ ഒരു മോശം ചികിത്സയാണ്, ഹോമിയോപ്പതി ഒരു മോശം ചികിത്സയാണ്, പിന്നെന്താണ് കൈറോപാക്ടറി ഒരു മോശം ചികിത്സയാണ്. ഇത്തരം മോശം ചികിത്സകളെല്ലാം ഈ ഇൻഫ്ലുവൻസർ അല്ല അഖിൽ എന്ന് പറഞ്ഞ ആൾ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. ഏതോ ഒരു ലേഡി ഡോക്ടർ ഇവരുടെ കൂടെ ഷട്ടിൽ കളിച്ച പുള്ളിക്കാരി വന്ന് പറഞ്ഞു ഇവൻ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. ഇതെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് അഖിൽ പിറ്റേ ദിവസം അടുത്ത വീഡിയോ ഇട്ടു. ഓക്കെ, അഖിലും അഖിലിൻ്റെ വൈഫും കൂടി അടുത്ത വീഡിയോ ഇട്ടു. അതിനകത്ത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഞാനാണ് ആ ഇൻഫ്ലുവൻസർ എങ്കിൽ എൻ്റെ അടുത്ത് ഒരാൾ ഒരു സംഭവം മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടത് മാർക്കറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ നാട്ടുകാരോട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേ. കാരണം ഇതെൻ്റെ ജോലിയാണ്, ഞാനത് ചെയ്തു. പക്ഷേ ഇവർ കഷ്ടപ്പെട്ടിട്ട് തെളിയിക്കുകയാണ്. കണ്ടോ എൻ്റെ ഗൂഗിൾ പേയ്മെൻറ്റ് കണ്ടോ, ഞാൻ ഇതിനകത്ത് കാശ് കൊടുത്താണ് ചെയ്തത്, ഇത് കണ്ടോ ഞാൻ ചെയ്തത് അക്യൂപഞ്ചർ അല്ല. പക്ഷേ പുള്ളിയുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം കപ്പിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഒരു സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഇതൊന്നും നാട്ടുകാരെ തെളിയിക്കേണ്ട കാര്യമുണ്ടോ സത്യത്തിൽ? അതായത് പുള്ളിയുടെ ഗൂഗിൾ മാപ്പിന്റെ ടൈം ലൈൻ വരെ എടുത്ത് കാണിച്ചിട്ട് പറയാണ്, നോക്കൂ ഇന്ന ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇന്ന ദിവസം ഞാൻ ഇവിടെ പോയിട്ടില്ല, ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഷട്ടിൽ കളിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് തെളിയിക്കുന്ന ഒരു അവസ്ഥയെ. ഒരു മാർക്കറ്റിംഗ് ചെയ്തു, ഞാൻ മാർക്കറ്റിംഗ് ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവുക, വേദന കുറയുന്നുണ്ടെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് നോക്കൂ, അവർക്ക് ഇത്രയ്ക്കധികം റിവ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഞാനിട്ട് റിവ്യൂസ് അല്ല, ഇതെല്ലാം നാട്ടുകാരിട്ടതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കൂ, മരുന്ന് കഴിക്കൂ, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ നടത്തൂ, മാറിയാൽ മാറി. അതിന് വേണ്ടിയിട്ട് ആരോ ഒരുത്തനൊരു വീഡിയോ ഇട്ടു, അതിനെ ദൈവര് കിടന്ന് കഷ്ടപ്പെട്ട് കരയാണ്. സോഷ്യൽ മീഡിയയുടെ കോമഡികളാണ് ഇത് മൊത്തത്തിലൂടെ നടക്കുന്നത്.